RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപക്ഷർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങളെ കുറിച്ചാണ്. മത്സരം തുടങ്ങുന്നത് ലിവർപൂൾ വിസസ് ഗലത്തസായി മത്സരത്തോട് കൂടിയിട്ടാണ്. ഗലത്തസായുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ ലിവർപൂളിനെ വെള്ളം കുടിപ്പിച്ചു എന്ന് പറയാം. 1-0 വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലും ഇതേപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ 1-0 വീണ്ടും ഇവര് ഇതിനു മുമ്പും പരാജയപ്പെടുത്തിയിട്ടുണ്ട് ലിവർപൂളിന് 1-0. രണ്ട് ടീമുകൾക്കും കിടിലൻ അവസരങ്ങൾ ഗോൾ സ്കോർ ചെയ്യാനുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗോൾ കീപ്പർമാരും അതേപോലെ ഫിനിഷിംഗ് ഇല്ലായ്മയൊക്കെ കൂടിയിട്ട് വന്നപ്പോ 1-0 വിജയം നേടിയിട്ടാണ് ആൻഫീൽഡിലേക്ക് മടങ്ങിയത്. ആര്? 1-0 ഗംഭീര വിജയം എന്ന് പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ലിവർപൂളിന്റെ തട്ടകമായ ആൻഫീൽഡിൽ വെച്ചിട്ടാന്നുള്ള കാര്യം ആലോചിക്കണം. ഗലത്തസറായി അടുത്ത കഴിഞ്ഞതിനുള്ള മത്സരത്തില് ജുവന്റസിനെതിരെ ആ ഒരു നെട്ടിപ്പിക്കുന്ന 5-5 ഗോളൊക്കെ സമനില എത്തിയിട്ട് അതിൽ ശേഷം എക്സ്ട്രാ ടൈമിൽ ഇഞ്ചുറി ടൈമിലൊക്കെയാണ് അവര് 2 ഗോളിന്റെ ലീഡ് നേടിയിട്ട് അവര് വിജയിച്ചത്, ഈ റൗണ്ട് ഓഫ് 16 ലീഗ് കയറിയത്. അപ്പോ ഇന്നത്തെ കളി കണ്ടപ്പോഴും മനസ്സിലാക്കാൻ പറ്റും അവര് ചെറിയ ടീമല്ല, അവരുടെ കയ്യിൽ പണി അറിയാവുന്ന പിള്ളേരുണ്ട്. അതിനനുസരിച്ചുള്ള കളിയൊന്നുമില്ല. ലിവർപൂളൊക്കെ നെട്ടിപ്പോയി. തുടക്കം ലിവർപൂളിന്റെ കയ്യിലായിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് ഗിയർ മാറ്റിയിട്ട് ഗലത്തസറായി അങ്ങോട്ട് കളിയിലേക്ക് വരുമായിരുന്നു. തുടക്കം തന്നെ ഗോൾ കീപ്പറുടെ ആ ഒരു മിസ്സിംഗ്, ഡിഫൻഡർ ആ മിസ്സിങ്ങിലൊക്കെ വിളിച്ചിന് കിടിലൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കിടിലൻ ചാൻസുകൾ രണ്ട് ടീമിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഗലത്തസറായുടെ ആ ഒരൊറ്റ ഗോളിൽ അവര് ക്ലീൻ ഷീറ്റ് നേടിയിട്ടാണ് അടുത്ത സെക്കൻഡ് ലെഗിലേക്ക് പോകുന്നത്. സെക്കൻഡ് ലെഗ് ആൻഫീൽഡാണ്, കുറച്ച് കടുകട്ടിയാന്നുള്ള കാര്യമൊക്കെയാണ്. പക്ഷെ പേടിക്കണം ലിവർപൂള്. ഗലത്തസറായി പേടിച്ചേ പറ്റൂ. അവരുടെ കിടിലൻ സ്ട്രൈക്കറും അതേപോലെ തന്നെ എന്താ പറയാ, കളി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചെക്കനിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുത്തിട്ടാണ് അവരുടെ കാണികളുടെ മുന്നിൽ സ്ട്രൈക്കറായ ഒസീമന് ഒരു ട്രിബ്യൂട്ട് കൊടുത്തിട്ട് സ്റ്റേഡിയത്തിൽ ആ ഒരു ഇതുണ്ടല്ലോ, അത് കണ്ടിട്ട് സന്തോഷത്തിൽ കണ്ണീരണിഞ്ഞിട്ടാണ് കളി തുടങ്ങുന്നത്. അതിനുശേഷം കിടിലൻ മത്സരം എന്ന് പറഞ്ഞാൽ മോശമായിരുന്നില്ല, കണ്ടവർക്ക് അത് മുതലായിട്ടുണ്ട്. ലിവർപൂള് ഇനി സെക്കൻഡ് ലെഗിൽ എന്താണ് ആൻഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നേരെ നല്ല പോലെ ആരും തിരിച്ചു പോകില്ല, വെൽക്കം ടു ആൻഫീൽഡ് എന്നൊക്കെ പറയലുണ്ട്. പക്ഷെ ഈ സീസണിൽ അങ്ങനെ കുറെ ചരിത്രങ്ങളൊക്കെ തിരിച്ചു കുറിച്ചിട്ടാണ് മറ്റുള്ള ടീമുകൾ ആൻഫീൽഡിൽ വന്നിട്ട് കളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആൻഫീൽഡിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവാന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പ്രത്യേകിച്ച് ലിവർപൂൾ ഫാൻസ് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു കളി നോക്കിക്കഴിഞ്ഞാൽ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് വിസസ് ബാഴ്സലോണ മത്സരമായിരുന്നു. മത്സരം കഴിഞ്ഞു 1-1 സമനിലയിൽ ബാഴ്സലോണനെ ന്യൂകാസ്റ്റൽ പിടിച്ചു കിട്ടിയെന്ന് തന്നെ പറയാം. ഇഞ്ചുറി ടൈമിന്റെ അവസാന സെക്കൻഡിൽ വീണ് കിട്ടിയ ഗോളില് ബാഴ്സലോണയുടെ സൂപ്പർ താരം ലെമീൻ യമാൽ പെനാൽറ്റിയിലൂടെ 1-1 സമനില നേടിയിരിക്കുകയാണ്. 80-something മിനിറ്റുകളിലാണ് ന്യൂകാസ്റ്റലിന് വേണ്ടിയിട്ട് ആദ്യ ഗോൾ സ്കോർ ചെയ്തത് ന്യൂകാസ്റ്റൽ. അങ്ങനെ ഒരു ഗോളിന്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ സ്റ്റേഡിയം മൊത്തം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഒരു ഓൽമോനെ ഫൗൾ ചെയ്യുന്നതിന് പെനാൽറ്റി കിട്ടുന്നത്. സ്റ്റേഡിയം മൊത്തം സൈലന്റ് ആക്കിയിട്ട് യമാലിന്റെ ഒരു കിടിലൻ ഗോള്. ഒരുപാട് പേര് പറയുന്നുണ്ട് ബാഴ്സലോണയെ പിടിച്ചു കെട്ടി, ബാഴ്സലോണയെ പൂട്ടി, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു കളിയുടെ ആ ഒരു ഔട്ട്ലേക്ക് വരുന്ന സമയത്ത് ബാഴ്സലോണയ്ക്ക് അറിയാം ഇന്നത്തെ കളി എന്താ, ഹാൻസി ഫ്ലിക്കിന്റെ എന്താണ് തീരുമാനം, അതിനെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനമാണ് ബാഴ്സലോണ പ്ലേയേഴ്സ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ന്യൂകാസ്റ്റലിനെ പോലത്തെ ഒരു ഫിസിക്കലി പ്രഷർ ചെയ്തിട്ട് പഞ്ച് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ്. അവരുടെ ഈ അടുത്ത മത്സരങ്ങളൊക്കെ നോക്കിയപ്പോൾ ലാസ്റ്റ് മത്സരത്തിലാണ് സിറ്റിയോട് ഏറ്റവും പരാജയം 3-1 ഒക്കെ ശരിയാണ്. പക്ഷെ എന്നാലും അതിലും അവരുടെ പോരാട്ട വീര്യം, അവരുടെ പ്രസിംഗ് കാര്യങ്ങളും, അവരുടെ ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ്, എല്ലാ കാര്യങ്ങളും ഉള്ള സമയത്ത് നമ്മൾ അറ്റ്ലന്റിക്കോ മഡ്രിഡിനെതിരെ ഫസ്റ്റ് ലെഗ് കളിക്കാൻ പോയ രീതിയിൽ പ്രസിംഗ് ഫുള്ളായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്നത് നന്നായിട്ട് അറിയാം ഹാൻസി ഫ്ലിക്കിന്. അതുകൊണ്ട് മാത്രം ഹാൻസി ഫ്ലിക്ക് ഇന്നത്തെ കളിയിൽ ഒരു ഗോളിന്റെയോ അല്ലെങ്കിൽ ഒരു സമനിലയോ അല്ലെങ്കിൽ 1-2 ഗോള് വഴങ്ങാതിരിക്കാന്നുള്ള കാര്യമായിരുന്നു മെയിനായിട്ട് ബാഴ്സലോണ ഇന്നത്തെ മത്സരത്തിൽ. അത് നമുക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് യമാലിന്റെ ആണെങ്കിലും അതേപോലെ ഡിഫൻസിലായിക്കോട്ടെ മിഡ്ഫീൽഡിലായിക്കോട്ടെ അവരുടെ ആ ഒരു ബോൾ ഹോൾഡ് ചെയ്യലും അതേപോലെ തന്നെ ഫിസിക്കൽ ഗെയിമാണ് മൊത്തത്തിൽ അവർ കളിക്കുന്നത്. എന്നാൽ പെഡ്രിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കൂടി കളിച്ചിട്ടുണ്ടെങ്കിൽ പെഡ്രിന്റെ പരിപ്പ് കളിക്കുന്നുണ്ടാവും. അമ്മാതിരി ഫൗളുകളാണ് ഫിസിക്കലായിട്ട് ചെയ്തിട്ടുണ്ടായത്. റഫറി ആണെങ്കിൽ ഓരോ ഫൗള് വിളിക്കുന്നത് ചിലപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ്. കളി ഇങ്ങനെ കഴിഞ്ഞ് അവിടെ വീണ് ശേഷമാണ് ഈ ഫൗള് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ വിരോധികൾ ചിലപ്പോൾ പറയായിരിക്കും ബാഴ്സലോണയെ പൂട്ടി അങ്ങനെയാണ്. പക്ഷെ ബാഴ്സലോണയ്ക്ക് സെക്കൻഡ് ലെഗ് ക്യാമ്പ് നൗലാണെന്നുള്ള കാര്യം മറക്കരുത് ആരും. ആ ഒരൊറ്റ ഇതുകൊണ്ട് തന്നെ ന്യൂകാസ്റ്റൽ ഇത്രയും പ്രസ് ചെയ്ത് ന്യൂകാസ്റ്റലിന് ഈ ഒരു ഗോളിന്റെ വിജയം അവര് ശരിക്കും സംതൃപ്തരല്ല. അവരിന്ന് സമനിലയിൽ കഴിഞ്ഞപ്പോൾ തന്നെ അവരാകെ മൊത്തത്തിൽ സ്റ്റേഡിയത്തിലുള്ള കാണികളായിക്കോട്ടെ അതേപോലെ തന്നെ ന്യൂകാസ്റ്റലിന്റെ പ്ലെയറൊക്കെ ഭയങ്കര ഡൗൺ ആയിരിക്കുന്നത്. അവർ തോറ്റ് പുറത്തായ പോലെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത ലെഗ് ക്യാമ്പ് നൗല് വെച്ചിട്ടാണ് നടക്കുന്നത്. ക്യാമ്പ് നൗല് വന്നിട്ട്
ബാഴ്സലോണയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ പൊരുതായിരിക്കും, പക്ഷെ നിസ്സാര കാര്യമില്ല എന്ന് നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ ബാഴ്സലോണയുടെ കാര്യം, ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ ഒരു ഗോളെങ്കിലും വഴങ്ങാതെ വരിക എന്നുള്ളതായിരുന്നു അവരുടെ കാര്യം. പക്ഷെ ഒരു ഗോളിന് പുറകിൽ പോയപ്പോൾ പിന്നെയാണ് കുറച്ച് ആക്രമിക്കാനൊക്കെ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് തന്നെ ആ പെനാൽറ്റി അവസാന മിനിറ്റിൽ കിട്ടിയത്. ആ പെനാൽറ്റിയോട് കൂടിയിട്ട് അവസാന കിക്കാണ്, അതോടുകൂടി കളി അവസാനിക്കുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് ഇതൊക്കെയായിരുന്നു. അതേപോലെ ന്യൂകാസിന്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഈ പരമാവധി എത്ര ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുക അത്ര ഗോൾ സ്കോർ ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് ന്യൂകാസിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജോൺ ഗ്രാസി എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഉണ്ടല്ലോ, എന്ത് പ്രകടനോടെ ചങ്ങായി. ഇന്ന് എടുത്തു പറയേണ്ടത് നമുക്ക് മിഡ്ഫീൽഡിലോ അല്ലെങ്കിൽ അറ്റാക്കിങ്ങിലോ ഒന്നും പറയാനില്ല കാര്യങ്ങൾ. എന്താ പറഞ്ഞാൽ ആരും അത്ര നല്ല ഒരു പെർഫോമൻസ് അല്ല ഫുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഡിഫൻസ് ഇമാതിരി ഫിസിക്കലി ഒരു പ്രസ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമിനോട് നമ്മുടെ ഡിഫൻസ് ഇന്ന് ചെയ്തിട്ടുണ്ടല്ലോ, ആകെ ഒരൊറ്റ പിഴവാണ് അറോഹോന്റെ. ബിഗ് ഗെയിമർ ബി ചങ്ങായിക്ക് എന്താ, ഈ ചങ്ങായിക്ക് ഇത്രയും വലിയ ശരീരമായിട്ട് തലച്ചോറ് പറയുന്ന സാധനം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ സ്ട്രൈക്കർമാരായ ലെവൻഡോസ്കിയും ഫെറാനെയൊക്കെ വിറ്റ് ഒഴിവാക്കുന്നതിന് മുമ്പ് ഈ ഒരു ചങ്ങാനെ ഒഴിവാക്കുകയാണെങ്കിൽ ബാഴ്സയ്ക്ക് മുന്നോട്ടുള്ള, എന്നിട്ടൊരു ഒരു ലാമാസിൽ നിന്ന് ഒരു ചെക്കനെ കൊണ്ടുവരിക, അന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങില്ലേ, അവൻ ആ 10 മിനിറ്റ് കിട്ടി ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു ഇതൊന്നും ആലോചിക്കുക. അറോഹോ ന്യൂകാസിലിന്റെ അവിടെ ഒരു ഫൗൾ ചെയ്യാണ്, അവിടെ ഒരു ഗോൾ ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം, പക്ഷെ അത് പുറത്തേക്ക് പോയതാന്നുള്ള. അപ്പോൾ ഗ്രൗണ്ടിൽ പുറത്തെടുക്കാം, അപ്പോൾ പരിക്ക് അഭിനയിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് നീങ്ങി വരുന്നുണ്ട്, അതുള്ള കാര്യമൊക്കെ ശരിയാണ്. അത് അപ്പോൾ റഫറി വന്ന് പറയുന്നത് വാണിംഗ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറയാം. അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്പോഴാണ് അവർക്ക് കിട്ടുന്ന ആ ഒരു ഗോൾ ചാൻസ് വരുന്നത്. ഈ ചങ്ങായി പെനാൽറ്റി ബോക്സിൽ നിൽക്കുകയാണ്. ഇയാളുടെ പൊസിഷനിൽ റഫീനെയാണ് ആ ഒരു പ്ലെയറെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. റഫീനെ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, സ്വാഭാവികം ആളൊരു അറ്റാക്കിംഗ് വിങ്ങിൽ കളിക്കുന്ന പ്ലെയർ ആണ്. പക്ഷെ ആള് ട്രൈ ചെയ്തു. പക്ഷെ ആള് ഫ്രീ ആയിട്ടോ ഈ ഒരു ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക്. ഈ ഒരു ഫോട്ടോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും എന്താണ് അറോഹോ. അറോഹോ അവിടെ നിൽക്കുകയാണ്. അതേപോലെ കുറെ ടൈം അറോഹോന്റെ കളി നോക്കിക്കഴിഞ്ഞാൽ ആള് ഓഫ് ദി ബോളിൽ ഇങ്ങനെ നോക്കി നടക്കുക. അതേപോലെ തന്നെ കൊണ്ടേ പാടില്ലാത്ത ഭയങ്കര ക്ഷീണം തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. അവര് കളിക്കുമ്പോൾ അവരെ കുറിച്ച് കുറ്റം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അവരുടെ മോശം ദിവസങ്ങളിൽ. പക്ഷെ ഇങ്ങേരുടെ തരം കളികൾ പുറത്തിരുന്നിട്ട് കിട്ടുന്ന ചാൻസുകൾ യൂട്ടിലൈസ് ചെയ്യാതെ എന്ത് തേങ്ങയാണ് ഈ ചങ്ങായി ടീമിന് വേണ്ടി പിന്നെ കാണിക്കുന്നത്. ആ ക്യാപ്റ്റൻ ബാൻഡ് ഒന്നും ഒരിക്കലും ഈ ചങ്ങായിയുടെ കയ്യിൽ കൊടുക്കാൻ അർഹതയില്ല. വേറല്ല ഇപ്പോ യമാലിന്റെ കയ്യിലോ അല്ലെങ്കിൽ റഫീനിന്റെ കയ്യിലോ ആരെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല. അമ്മാതിരി മോശം മെന്റാലിറ്റിയും പെർഫോമൻസും. അതേപോലെ പറയാൻ വയ്യ, എല്ലാ വീഡിയോയിലും പറയേണ്ടത് ലെവൻഡോസ്കി ഫെറാന് ഇവരെ കുറിച്ച് പറയാൻ തന്നെ സാമ്യമുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ ഇത്രയും മോശം ഒരു സ്ട്രൈക്കർമാരുടെ റോൾ ഇത്രയും മോശമായിട്ട് കളിക്കുന്ന ഈ അടുത്ത കാലത്ത് ഫുട്ബോൾ ചരിത്രത്തിൽ നിന്നും ഇത്രയും മോശമായിട്ടുള്ള സ്ട്രൈക്കർമാരുടെ റോളിൽ ഉണ്ടാവില്ല. ഈ അടുത്ത അവസാനത്തെ ഒരു 10 മത്സരം നോക്കിക്കഴിഞ്ഞാൽ ലെവൻഡോസ്കിയുടെയും ഫെറാൻ ഫസ്റ്റ് ഒക്കെ കളിച്ചിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല. എന്ത് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇനി എന്താ വേണ്ടത്? പെനാൽറ്റി അടിക്കാൻ കൊടുക്കണോ? അല്ലാതെ ഗോളാക്കാൻ വഴിയൊന്നുമില്ല. തമ്മിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ലെവൻഡോസ്കിനെ ഇറക്കിയപ്പോൾ ലെവൻഡോസ്കി അതിനേക്കാൾ മോശം. ഇന്ന് ഫെറാൻ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഗ്രൗണ്ടിലൂടെ ഓടിയിട്ടെങ്കിലും എന്തെങ്കിലും ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരൊറ്റ കാര്യം കൂടി ഉണ്ടായിരുന്നു ഇന്നത്തെ കളിയുടെ ഇത്രയും മോശം പെർഫോമൻസ് എന്ന് പറയേണ്ട ആ ഒരു ഇതിലും, ഇന്ന് യമാലിന്, ഫെർമിന്, കെസഡോക്ക്, പെഡ്രിയാണോ അതോ ഓൽമോണോ എന്നറിയില്ല, ഇങ്ങനെ 4-5 പ്ലെയർക്ക് യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ അടുത്ത കളി സസ്പെൻഷൻ ആണെന്നുള്ള കാര്യമാണ്. അപ്പൊ അതും ഒക്കെ ഇന്ന് നോക്കിയിട്ടാണ് ആ ഒരു കളിയുടെ ഇതൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ എടുത്തു പറയുന്നത് നമ്മുടെ ഡിഫൻസും ഗോൾ കീപ്പർ തന്നെയാണ്. അവർ തന്നെ ആയതുകൊണ്ടാണ് ഇന്ന് ചുരുങ്ങിയൊരു 3-4 ഗോൾ വീഴേണ്ട ചാൻസുകൾ ഉണ്ടായിരുന്നു. അത്രയും കിടിലൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഡിഫൻസ് നല്ലപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിലെടുത്തു പറയേണ്ടത് ജെറാർഡ് മാർട്ടിൻ എന്ന് പറയുന്ന, എന്തുകൊണ്ടാണ് അറോഹോ ഉണ്ടാവുമ്പോൾ ജെറാർഡ് മാർട്ടിനെ സെൻട്രൽ ബാക്കിൽ കളിപ്പിച്ചെന്ന് ഹെൻസി ഫ്ലിക്കിന്റെ ആ ഒരു തീരുമാനം ഇന്ന് ആള് അവിടെ ഗ്രൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ കുബാർസി ആയിക്കോട്ടെ നല്ല പെർഫോമൻസ് തന്നെ കാണിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെന്താ പറയാ, വിരോധികൾ പലതും പറയും. സെക്കൻഡ് ലെഗ് ഉണ്ട്, പരതി നടക്കാൻ പോകുന്നുണ്ട് ക്യാമ്പ് നൗവിൽ. അതിൽ എന്തായാലും നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കും. ക്യാമ്പ് നൗവിലാണ് എന്നുള്ള മത്സരം. അപ്പോഴേക്കും ടീമിന് പരിക്കുകളൊന്നും ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ ടോപ്പായിട്ട് 1-3 ഗോളിന്റെ വിജയം നേടിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് ഒരു സംശയമില്ലാതെ കയറി പോകുന്നുള്ള കാര്യത്തിൽ. പക്ഷെ ന്യൂകാസിലാണ് അവർ പോരാടും. അവർ ഈ ഒരു പോരാട്ട വീര്യാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ആനയും ആടിന്റെ വ്യത്യാസമുണ്ട്. കാസാഡോയും മറ്റേ ആ ചങ്ങായി ഉണ്ടല്ലോ മിഡ്ഫീൽഡ് കളിക്കുന്ന ന്യൂകാസിൽ, ആ രണ്ടാളും കൂടി നിൽക്കുമ്പോൾ ആനയും ആടിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഫിസിക്കൽ ഗെയിം ഇപ്പോൾ പെഡ്രിക്കെതിരെ ഇപ്പോൾ എല്ലാ ടീമുകളും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടീമുകളൊക്കെ ചാമ്പ്യൻസ് ലീഗ് നോക്കി കഴിഞ്ഞാൽ പെഡ്രിക്കെതിരെ ഫിസിക്കൽ ഗെയിം കളിക്കാം. അപ്പോൾ ആള് ടയർഡ് ആവും, ഇഞ്ചുറി ആവും എന്നുള്ളതിൽ ഹൻസി ഫ്ലിക്ക് ഒന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ആളുടെ കളി ഡൗൺ ആവും. അതാണ് ഇപ്പൊ പുതിയ തന്ത്രം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത മത്സരം ക്യാമ്പ് നൗവിൽ കാണാം. അത് കഴിഞ്ഞിട്ട് നടന്ന മത്സരങ്ങൾ രണ്ടും ഗോൾ മഴയിൽ തീർത്ത മത്സരങ്ങൾ. അത്ലറ്റിക്കോ മഡ്രിഡ് വിസസ്
ടോട്ടനം ഹോട്ട്സ്പറിന്റെ കത്തിക്കൽ അങ്ങോട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ തൊട്ടക്കം തന്നെ അങ്ങോട്ട് ഇല്ലാതാക്കിയിട്ടാണ് എന്താ പറയാ സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ടാണ് ഇന്ന് ആളെത്തിയിട്ടുണ്ടായത്. ചങ്ങയുടെ 2 മിസ്റ്റേക്കുകൾ 15-ാം മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു ഗോൾ കീപ്പറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 3 ഗോളിന് പുറകിൽ പോയിക്കാണ്. അത് 3 മിസ്സും ഡിഫൻസിലാണ് വരുന്നത്. 2 ഗോൾ കീപ്പർ ആണെങ്കിൽ 1 ഡിഫൻഡർ. അങ്ങനെ സിമിയോണിയുടെ പിള്ളേര് എന്താണ് ബാഴ്സലോണയ്ക്ക് എതിരെ ചെയ്തത് ഫസ്റ്റ് ലെഗിൽ കോപ്പ ഡെൽ റേയിൽ അതേ സാധനം ഇവിടെ ഇറക്കിയത്. എമ്മാതിരി പ്രസിംഗ് ആണ്, എമ്മാതിരി ഗോള്, അടിയോടടി എന്ന് പറഞ്ഞ പോലെ 5-2 മാർജിനാണ് വിജയിച്ചിരിക്കുന്നത്. ടോട്ടനം ഹോട്ട്സ്പറിന് ഇനി തിരിച്ചു വരണമെങ്കിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയി കളിച്ച് വരാനുള്ളൊരു അവസരമുണ്ട്. ഇനി 3 ഗോൾ തിരിച്ചടിക്കുന്നുള്ളതാണ്. അത് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ എത്രത്തോളം ഈ ഒരു ഫോമിൽ ടോട്ടനം ഹോട്ട്സ്പർ ഈ ഒരു ഫോമിൽ കളിക്കുന്നത് എത്രത്തോളം അത് നടക്കുന്നുള്ള കാര്യം സംശയം തന്നെയാണ്. അങ്ങനെ ജൂലിയൻ അൽവാരസിന്റെ കിടിലൻ ഗോളുകളും അസിസ്റ്റുകളും മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് അയാളെന്ന് കളം വിട്ടിരിക്കുന്നത്. കുറച്ചു കാലം അയാളുടെ മോശം പെർഫോമൻസ് ആണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് കളിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്നലത്തെ കളിയിൽ ഗംഭീര പെർഫോമൻസ് ആണ്. മൊത്തം ഗ്രേസ്മാന്റെ ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ടീം ഒന്നാകെ അതിൽ അവസാനം 2 ഗോൾ തിരിച്ചടിക്കുകയുണ്ടായി ടോട്ടനം ഹോട്ട്സ്പർ. അത് അവർക്ക് ചെറിയൊരു ഊർജ്ജം നൽകുന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. അങ്ങനെ ഗോൾ മഴയിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ടോട്ടനം ഹോട്ട്സ്പറിനെ അങ്ങോട്ട് ഉറക്കി കിടത്തിയെന്ന് പറയാം. സെക്കൻഡ് ലെഗിൽ ഇനി കാത്തിരുന്ന് കാണാം. എന്തായാലും 1-2 ഗോളുകൾ അടിച്ച് അഗ്രിഗേറ്റിൽ കുറച്ചുകൂടെ മുന്നിലെത്തിയിട്ട് ടോട്ടനം ഹോട്ട്സ്പറിനെ പുറത്താക്കിയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് കയറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സിമിയോണി അതിനുള്ള പ്ലാനുകളൊക്കെ ഇപ്പൊ തന്നെ പണി തുടങ്ങിയിട്ടുണ്ടാവും. ഒരുത്തന്മാര് ഹോം ഗ്രൗണ്ടിലാണ് ഗോൾ മഴ പെയ്ച്ചെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അവരുടെ ഹോം ഗ്രൗണ്ടിലാണല്ലോ മഴ പെയ്ച്ച്. വേറൊരു ചങ്ങായിമാരുണ്ട് അറ്റ്ലാന്റയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ ഗോൾ മഴ പെയ്ച്ചിരിക്കുകയാണ്. അമ്മാതിരി ഒരു സ്റ്റേഡിയം, അമ്മാതിരി ആ ഒരു ഫാൻസിന്റെ സപ്പോർട്ട് എല്ലാം ഉണ്ടായിട്ട് നിൽക്കുന്ന അറ്റ്ലാന്റ. ശരിക്കും ആ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിക്കും ആ പേടിയാവും. അമ്മാതിരി ആ ഒരു സൗണ്ടൊക്കെയാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. അവിടെ പോയിട്ട് 6-1 വിജയം, അതും 90 മിനിറ്റ് വരെ 6-0 നിന്നാണ്. അതിനുശേഷം അറ്റ്ലാന്റ അവസാന അവരുടെ എന്താ പറയാ എന്ന് പറയാനില്ല. ആ ഒരു അവസരത്തിൽ ഒരു ഗോൾ ഇടുന്നത്. 6 ഗോളുകൾ വന്നവനും പോയവനൊക്കെ അടിക്കുക. 6 ചുരുങ്ങിയത് 10+ ഗോളുകൾ, 10 കൂടുതൽ ഗോളുകൾ അടിക്കേണ്ട ചാൻസുകൾ കിട്ടിയിട്ടുണ്ട് ബായൺ മ്യൂണിക്കിന്. കുറെയൊക്കെ പോസ്റ്റിലും അതേപോലെ കുറെയൊക്കെ ഡിഫൻസിലും അതേപോലെ കുറെയൊക്കെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. ആ ചങ്ങായിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ സേവ് ചെയ്യാൻ നോക്കി. പക്ഷെ 6 ഗോളുകൾ അതിങ്ങനെ തുടരെ ഇങ്ങനെ എന്താ പറയാ, നമ്മള് ബ്രസീലും ജർമ്മനിയും തമ്മിലുള്ള കളി കണ്ടല്ലോ വേൾഡ് കപ്പിൽ 7-1 അതിനെ അനുസ്മരിപ്പിക്കുന്ന പോലെയാണ്. അടിയോടടി തന്നെ വന്നവനും പോയവനും. ഈ സൈഡ് തന്നെ അറ്റ്ലാന്റയുടെ സൈഡിൽ തന്നെ അറ്റ്ലാന്റ പരമാവധി ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് അറ്റ്ലാന്റിക്ക് മനസ്സിലാവുന്നില്ല. ഏരിയ പോയാലും ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് ബോള്. ഭാഗ്യം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ റെക്കോർഡ് 10 ഗോളിന് മുകളിലാവേണ്ട കളിയായിരുന്നു. കളി കണ്ടത് ബാഴ്സലോണ വിസസ് നമ്മുടെ ന്യൂകാസൽ യുണൈറ്റഡും അതേപോലെ തന്നെ ഗാലത്തസറായ് വിസസ് ലിവർപൂൾ മത്സരം. ബാക്കിയൊക്കെ ഹൈലൈറ്റ്സ് ആണ് ഇന്ന് കണ്ടത്. പക്ഷെ ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ തന്നെ ഇതാണ് കളി. അപ്പൊ ശരിക്കും കളി കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ചാൻസുകൾ ഇനിയും മിസ്സായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഗോൾ മഴയിൽ മുങ്ങി ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 ആദ്യ റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഇന്ന് വൈകിട്ട് ഗംഭീര മത്സരങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. PSG വിസസ് ചെൽസി ആൻഡ് റയൽ മാഡ്രിഡ് വിസസ് മാഞ്ചസ്റ്റർ സിറ്റി. ആഴ്സണലിന്റെ കളിയുണ്ട്. അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സെക്കൻഡ് ലെഗിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.